അല്ല, ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെ മുഖത്ത് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ മുഖത്ത് ആഞ്ഞു വെട്ടാൻ CPM ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫിർ പ്രയോഗം എന്നുള്ളത് ഇപ്പോൾ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ വെട്ടും അതുകൊണ്ട് ഈ നാടിനേൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിച പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ 1,14,506 ഒരർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്. ഞങ്ങളിത് പുറത്ത് വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ്, പോലീസിൻ്റെ മുമ്പിൽ ഹാജരായതാണ്. അയാൾ എല്ലാ ഗാഡ്ജറ്റ്സും പോലീസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരൻ. അന്ന് UDFൻ്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ്. ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടെ നിന്നും ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജമാണെന്ന്. അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികളാക്കി കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീന ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ വാളിൻ്റെ സൃഷ്ടി ആരായിരുന്നു, ആ വ്യാജ വെട്ടിൻ്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു? ആ ഉറവിടം CPM തന്നെയായിരുന്നു എന്നുള്ളതിൽ ഇനിയൊരു സംശയം ആർക്കും ബാക്കിയുണ്ടാവില്ല. ഞാൻ എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകളോടോ UDFൻ്റെ പ്രവർത്തകരോടോ അവരോടൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് CPMൻ്റെ പ്രവർത്തകരോട് ഈ നാടിൻ്റെ രാഷ്ട്രീയ ബോധത്തെ ഇങ്ങനെ വർഗീയ ചേരിതിരിവുണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നിങ്ങളും പ്രതികരിക്കാൻ തയ്യാറാവണം. ഏതെങ്കിലും മുഖമറിയാത്ത ആളുകൾ മാത്രമല്ല ഇത് പ്രചരിപ്പിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഒരു മുൻ MLA KK ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് തീരുന്നതിൻ്റെ വോട്ടിംഗ് നടക്കുന്ന മണിക്കൂറുകളിൽ പറയാണ് തന്നെ കാഫർ എന്ന് പ്രയോഗിച്ചിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറയാം ഇത് വ്യാജമാണ്, ഇത് വ്യാജമായ സ്ക്രീൻഷോട്ടാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട്. ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയം കൊണ്ടാണ്, അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി. എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട്.